ഈ നാട്ടിൽ നിന്ന് കുറെ നല്ല വിദ്യകൾ പഠിച്ച് അങ്ങ് കിഴക്കേ ബംഗാളിലേക്ക് അവൻ യാത്രയായി. പകരം ആരുണ്ട് രക്ഷിക്കുവാനെന്ന ചോദ്യത്തിന് മറുപടിയായി മൊറോക്കൻ മണ്ണിൽ നിന്ന് ആ ചെകുത്താൻ അരങ്ങിലെത്തുന്നു. ഇവിടെ കുറെ നല്ല വിദ്യകൾ കാണിച്ച് ജനങ്ങൾക്ക് അവൻ പ്രിയങ്കരനായി, രക്ഷകനായി. അങ്ങനെ ഇരിക്കെ ഒരു നാൾ അതേ മൊറോക്കൻ മണ്ണിൽ നിന്ന് ഒരു ചെകുത്താൻ അരങ്ങിലെത്തി. എന്തുകൊണ്ട്? അവന് പിടിച്ചു കെട്ടാൻ. ഹിസ് നെയിം ഇസ് അലാവുദ്ദീൻ അജാരി. നമസ്കാരം ഏവർക്കും ആദിഷ് ഡയറീസ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ 0-0 ആയിരുന്നു സ്കോർ. പക്ഷെ നമ്മുടെ ഡിഫൻസ് എത്ര പൊളിയായിരുന്നു. ഐബാൻഡോകൾ ഇങ്ങനെ റെഡ് കാർഡ് ഇട്ട വാമാരി വിചാരിച്ചേ ഡിഫൻസ് വീക്കാണെന്ന്. പക്ഷേ അവർ ഡിഫൻസ് വാസ് ബെറ്റർ ദാൻ ദ അറ്റാക്കിംഗ് ഫോർമേഷൻ. എന്ത് പ്രോ ആയിരുന്നു നമ്മുടെ ഡിഫൻസ്. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയേണ്ട രണ്ട് പ്ലെയേഴ്സാണ്, കെറൂ സിംഗ് ആൻഡ് നോവ സദോയ്. വിങ്ങേഴ്സ് ആണെങ്കിലും അവരുടെ ഡ്രിബിളിംഗ് ആണ് അവരുടെ. പിന്നെ എല്ലാവരും പറയും നോവ സദോയ് എപ്പോഴും ഡ്രിബിൾ ചെയ്യുള്ളൂ, പാസ്സൊന്നും കൊടുക്കൂല, ഗോളൊന്നും അടിക്കില്ല. എന്നിട്ടാണ് പുള്ളിക്കാരന് 7 ഗോള്. അത് മാത്രമല്ല വിങ്ങേഴ്സുമാണ് നമുക്ക് ഡ്രിബിളിങ് എപ്പോഴും വിങ്ങേഴ്സാണ് ചെയ്യുക. ഇപ്പം റൊണാൾഡോ വിങ്ങറല്ലേ, ഡ്രിബിൾ ചെയ്യുന്നില്ലേ? എന്തിന് മെസ്സി റൈറ്റ് വിങ്ങറല്ലേ, ഡ്രിബിൾ ചെയ്യുന്നില്ലേ? അപ്പോൾ വിങ്ങേഴ്സാണ് കൂടുതലും ഡ്രിബിൾ ചെയ്യുക. അവർക്ക് ഷൂട്ടിങ്ങിനേക്കാളും കൂടുതൽ അസിസ്റ്റാണ് അവർക്ക് മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് കെറൂ സിംഗ് ആൻഡ് നോവ സദോയ് അവരാണ് വിങ്ങേഴ്സിൽ ISL വൺ ഓഫ് ദ ബെസ്റ്റ്, അത്ര പറയാനുള്ളൂ. പിന്നെ പുതിയ സൈനിങ് ഡ്യൂസൻ ലഗാറ്റോൾ. പുള്ളി സത്യം പറഞ്ഞാൽ ഒരു ലഗാറ്ററിനെ പോലെ തന്നെയാണ്. വല്ലാത്തൊരു ക്രീപ്പി സ്വഭാവമാണ് പുള്ളിക്കാരൻ്റെ. കാരണം വന്ന് കയറിയപ്പോൾ തന്നെ റെഫറിയുടെ നിന്ന് നല്ലൊരു നൈസായിട്ടൊരു വാർണിങ്ങും കിട്ടി. ഇപ്പം നമുക്ക് പുള്ളിയുടെ ഒരു അഗ്രഷൻ ഉണ്ടല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 70 ഒരു 63 അല്ലെങ്കിൽ 63 to 67 ഔട്ട് ഓഫ് 70 ആണ് പുള്ളിക്കാരൻ്റെ അഗ്രഷൻ. അജാരിയെ എന്ന വജ്രായുധത്തിനെ പിടിച്ചു കെട്ടാൻ ഏൽപ്പിച്ചത് ആരെയെന്ന് നിങ്ങൾക്കറിയോ? അവർ മിലോസ് ഡ്രിൻസിച്ച്. മിലോസ് എന്ന് പറയുന്ന പ്ലെയറിൻ്റെ തനി സ്വരൂപം നമ്മൾ കാണുന്ന ഇന്നാണ്. കാരണം സ്റ്റേഡിയത്തിൽ നിന്ന് 2-3 പേര് പറയുന്നുണ്ട് പറ്റൂലെങ്കിൽ പോ മിലോസേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളിയുടെ ഒരു തുടക്കത്തിൽ തന്നെയുള്ളൊരു ഇത് കണ്ടപ്പോഴത്തേക്കും എല്ലാം അങ്ങ് തീർന്നു പോയ പോലെയായി. ഇനി നമുക്ക് ജനുവരി 24 നടക്കുന്ന KBFC വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC എന്ന് പറയുന്ന മാച്ചിൻ്റെ പ്രീ മാച്ച് വീഡിയോ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിൽ പേരായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജീസസ് ജിംനാസിനെയും ലഗാറ്റോറിനെയും ഇറക്കുവോ സ്റ്റാർട്ടിംഗ് ലെവലിൽ എന്നുള്ളൊരു കാര്യത്തിലൊരു സംശയം. 99% ഇറക്കുന്നാണ്, പക്ഷേ 1% ഇറക്കില്ല എന്നാണ്. കാരണം നമ്മളുടെ കോച്ചിൻ്റെ കാര്യം കഷ്ടത്തിലാണ്. TG പുരുഷോത്തമൻ. പുള്ളിക്കെന്ന് വെച്ചാൽ കളി എങ്ങനെയെങ്കിലും ജയിക്കുക അല്ലെങ്കിൽ സമനില പിടിക്കുക, അത് മതി. അതാണ് പുരുഷോത്തമൻ്റെ മെയിൻ ടാക്ടിക്സ്. പിന്നെ തോമസ് ചോർസി, ഇവരുടെ രണ്ടുപേരുടെയും ടാക്ടിക്സ് വേൾഡ് ലെവലാണ്. അപ്പോൾ അടുത്ത കളിനെക്കുറിച്ച് ഞാൻ നീട്ടിപ്പറയുന്നില്ല, കാരണം എനിക്ക് ചെറിയ മൈക്കിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നമുള്ളത് ഞാൻ നീട്ടിപ്പറയുന്നില്ല. എന്തായാലും അടുത്ത കളി ഒരു മസ്റ്റ് വിന്നാണ് ബ്ലാസ്റ്റേഴ്സിന്. 3 points ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും മസ്റ്റാണ്. 1 point എങ്കിലും കിട്ടിയാലത് ഭാഗ്യം. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് വീഡിയോ. ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ബൈ ബൈ, സീ യു അഗെയിൻ. കടലിലെ തിരകളായി